ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഏറ്റവും പുതിയ SCRT-ക്കകത്തുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ ചാൻസ് വരാൻ ഉള്ളതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അനുച്ഛേദം 10 ഇപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ആർട്ടിക്കിൾസിനകത്ത് ഒരു 6 എണ്ണത്തോളം ഉണ്ട്. അപ്പൊ ആ 6 എണ്ണവും എന്തുമായി ബന്ധപ്പെട്ടാണ്? ലിംഗ പദവികളുമായി ബന്ധപ്പെട്ടാണ്. ലിംഗ പദവികളുമായി ബന്ധപ്പെട്ട. അപ്പൊ അത് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കേണ്ടതാണ്. ഒരു 6 ആർട്ടിക്കിൾസ് ഉണ്ട്. അപ്പൊ അതായത് നമ്മൾക്ക് നിയമവാഴ്ച എന്ന് പറയുന്നതാണല്ലോ അനുച്ഛേദം 14. അതിനകത്ത് എല്ലാ ലിംഗ പദവികളുടെയും തുല്യ അവകാശം എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ്. എല്ലാ ലിംഗ പദവികളുടെയും തുല്യ അവകാശം ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുച്ഛേദം 14 എന്ന കാര്യം ഓർത്തു വെച്ചേക്കണം. അനുച്ഛേദം 15 ഒരു വ്യക്തിക്കും ലിംഗപദവിയുടെ അടിസ്ഥാനത്തിൽ വിവേചനം ഉണ്ടാവാൻ പാടില്ല. വിവേചനം എന്ന് പറഞ്ഞിരിക്കുന്നത് അനുച്ഛേദം 15 പറയുന്നത്. എല്ലാ ലിംഗ പദവികൾക്കും അവസര സമത്വം, അതായത് എല്ലാ റിലേറ്റ് ചെയ്ത് നമുക്ക് പൊതു ഉദ്യോഗങ്ങളിൽ അവസര സമത്വം എന്ന് പറയുമ്പോൾ അവിടെ ലിംഗ പദവികൾക്ക് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ് എന്ന് പറയണം. അപ്പൊ 14, 15, 16 എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ലിംഗ പദവികളുടെ തുല്യ അവകാശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അനുച്ഛേദം 14. 15 ആണെങ്കിൽ എന്താണ്? വിവേചനം ഉണ്ടാവാൻ പാടില്ല. 16 ആണെങ്കിൽ അവസര സമത്വം എല്ലാ ലിംഗ പദവികൾക്കും. അടുത്തായിട്ട് പറഞ്ഞത് 19(1)(a) എല്ലാ ലിംഗ പദവികൾക്കും സ്വതന്ത്രമായി വേഷം, പെരുമാറ്റം, പ്രവൃത്തികൾ എന്നിവയിലൂടെ ലിംഗ പദവി പ്രകടിപ്പിക്കാൻ അവകാശമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ 19(1)(a) എന്ന് നോർമലി പറയുന്നത് എന്താണ്? അഭിപ്രായ സ്വാതന്ത്ര്യം. അപ്പൊ അതിനകത്ത് തന്നെ വേഷം, പെരുമാറ്റം, ലിംഗ പ്രവൃത്തികൾ എന്നിവയിലൂടെ ലിംഗ പദവി പ്രകടിപ്പിക്കാനുള്ള അവകാശം പറയുന്നുണ്ട്. അപ്പൊ 19(1)(a) ഇത് പ്രകടിപ്പിക്കാനുള്ള അവകാശം പറയുന്നത്. എല്ലാ ലിംഗ പദവികൾക്കും അന്തസ്സിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും സ്വകാര്യതയ്ക്കും അവകാശമുണ്ട് ആർട്ടിക്കിൾ 21 പറയുന്നുണ്ട്. ഇനി സ്ത്രീകളുടെ അന്തസ്സിന് കുറവ് വരുത്തുന്ന ആചാരങ്ങൾ പരിത്യജിക്കേണ്ടത് ഇന്ത്യൻ പൗരരുടെ മൗലിക കർത്തവ്യമാണ്. അതും ലിംഗ പദവിയുമായിട്ട് ബന്ധപ്പെട്ട് 51(a) എന്ന കാര്യം ഓർത്തുവെച്ചേക്കണം. അപ്പൊ ഇന്ത്യൻ ഭരണഘടനയിൽ 6 ലിംഗ പദവികളുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞിരിക്കുന്നത് ആർട്ടിക്കിൾ 14 ലിംഗ പദവികളുടെ തുല്യ അവകാശം. ഇനി വിവേചനം ഉണ്ടാവാൻ പാടില്ല, അനുച്ഛേദം 15. ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് എന്താണ്? ലിംഗ പദവിയുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്റർ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അതിനകത്ത് അവസര സമത്വം ആർട്ടിക്കിൾ 16. അപ്പൊ അവസര സമത്വം 16 അങ്ങനെ വെച്ച് പഠിക്കരുത്. ഇതുവരുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ് ഏതാണ്, അല്ലെങ്കിൽ ലിംഗ പദവികളുമായി ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾസ് 14, 15, 16, 19(1)(a), 21 ആൻഡ് 51(a). അടുത്തത് ന്യായ സമൂഹം, ജസ്റ്റ് സൊസൈറ്റി. ന്യായ സമൂഹം ജാതി, മതം, ലിംഗ പദവി എന്നീ ഭേദങ്ങൾ ഇല്ലാതെ എല്ലാ അംഗങ്ങൾക്കും സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ നീതി ലഭ്യമാക്കുന്ന ഒരു സമൂഹമാണ് ന്യായ സമൂഹം. അപ്പൊ അത് നമുക്ക് മേ ബി പിന്നെ ഓപ്ഷനകത്ത് ഇങ്ങനെ വരാം. അതായത് നമ്മൾക്ക് ആർട്ടിക്കിൾ 15 റിലേറ്റ് ചെയ്ത് ഏതാണെന്നൊക്കെ പറഞ്ഞ് നമുക്ക് നാളെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ജാതി, മതം, വർഗം, ലിംഗം, താമസ സ്ഥലം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിൽ. അപ്പൊ അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് 3 കാര്യങ്ങൾ ചേരുമ്പോഴാണ് ന്യായ സമൂഹം പറയുന്നത്. ജാതിയും മതവും ലിംഗ പദവിയും എന്നീ ഭേദങ്ങളില്ലാതെ, ജാതി, മതം, ലിംഗ പദവി എന്നീ ഭേദങ്ങളില്ലാതെ എല്ലാ അംഗങ്ങൾക്കും നീതി. ഏതൊക്കെ രീതിയിൽ? സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ നീതി. 3 രീതിയാണ് സമൂഹത്തിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ആ നീതി ലഭ്യമാക്കുന്ന ഒരു സമൂഹമാണ് ന്യായ സമൂഹം. അപ്പം അവിടെ ഈ പറയുന്ന 3 പോയിന്റും നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തു വെച്ചേക്കണം. ജാതി, മതം, ലിംഗ പദവി. ഇനി എല്ലാ അംഗങ്ങൾക്കും സന്തോഷവും ക്ഷേമവും ആസ്വദിക്കുന്ന ഒരു സമൂഹത്തെയാണ് ന്യായ സമൂഹം എന്ന് പറയുന്നത്. ആരുടെ വാക്കുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റിസ് BR കൃഷ്ണയ്യരുടെ വാക്കുകൾ എന്ന കാര്യം ഓർത്തു വെച്ചേക്കുക. എല്ലാ അംഗങ്ങളും സന്തോഷവും ക്ഷേമവും ആസ്വദിക്കുന്ന ഒരു സമൂഹത്തെ ആണ് ന്യായ സമൂഹം എന്ന് പറയുന്നത്. അടുത്തത് 1987 സതി നിരോധന നിയമത്തിലൂടെയാണ് ഇന്ത്യൻ പാർലമെന്റ് സതി നിരോധിച്ചത്. അപ്പൊ ഏത് വർഷമാണ് സതി നിരോധിച്ചത് ഇന്ത്യൻ പാർലമെന്റ്? 1987 എന്ന കാര്യം പഠിച്ചു വെക്കണം. സ്വമേധയാലോ നിർബന്ധപൂർവമോ സതി ആചരിക്കുന്നതും സതി സമ്പ്രദായത്തെ അനുകൂലിച്ച് പ്രസ്താവന നടത്തുന്നതും ഈ നിയമം നിരോധിക്കുന്നു. സ്വമേധയാലായാലും നിർബന്ധപൂർവമായാലും സതി ആചരിക്കുന്നതും സതി സമ്പ്രദായത്തെ അനുകൂലിച്ച് പ്രസ്താവന നടത്തുന്നതും ഈ നിയമം നിരോധിക്കുന്നുണ്ട്.
ഭരണഘടനയുടെ അനുച്ഛേദം 17ലൂടെയും 55-ലെ പൗര അവകാശ സംരക്ഷണ നിയമത്തിലൂടെയുമാണ് ഇന്ത്യയിൽ തൊട്ടുകൂടായ്മ എന്ന അനാചാരം നിരോധിക്കപ്പെട്ടത്. തൊട്ടുകൂടായ്മ എന്ന അനാചാരം നിരോധിക്കപ്പെട്ടത് 55-ലെ പൗര അവകാശ സംരക്ഷണ നിയമത്തിലൂടെയാണ്, ആർട്ടിക്കിൾ 17ലൂടെയാണ്. സതി നിരോധന നിയമം 1987. ഇനി ക്ലോഡിയ ഗോൾഡിൻ എന്ന് പറഞ്ഞത് നമ്മൾ മുമ്പേ ലിംഗ പദവി എന്നൊക്കെ പറഞ്ഞിട്ടില്ലായിരുന്നു, അതുപോലെ തന്നെ സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം നേടിയത് ക്ലോഡിയ ഗോൾഡിൻ ആണ്. തൊഴിൽ രംഗത്തെ സ്ത്രീകളെ കുറിച്ചായിരുന്നു പഠനം. തൊഴിൽ പങ്കാളിത്തത്തിലും വരുമാനത്തിലുമുള്ള ലിംഗ പദവി വ്യത്യാസങ്ങളുടെ കാരണങ്ങളെ കുറിച്ചായിരുന്നു ഗവേഷണം. സാമ്പത്തിക ശാസ്ത്രത്തിൽ സമ്മാനം നേടുന്ന മൂന്നാമത്തെ വനിതയാണ് ക്ലോഡിയ ഗോൾഡിൻ എന്ന് പറഞ്ഞു. തൊഴിൽ പങ്കാളിത്തത്തിലും വരുമാനത്തിലുമുള്ള ലിംഗ പദവി വ്യത്യാസങ്ങളുടെ കാരണങ്ങളെ കുറിച്ചായിരുന്നു ഗവേഷണം. തൊഴിൽ പങ്കാളിത്തത്തിലും വരുമാനത്തിലുമുള്ള ലിംഗ പദവി വ്യത്യാസങ്ങളുടെ കാരണങ്ങളെ കുറിച്ചായിരുന്നു ഗവേഷണം. തൊഴിൽ പങ്കാളിത്തത്തിലും വരുമാനത്തിലുമുള്ള ലിംഗ പദവി വ്യത്യാസങ്ങളുടെ കാരണങ്ങളെ കുറിച്ചിട്ടാണ് ക്ലോഡിയ ഗോൾഡിൻ ഗവേഷണം നടത്തിയത്. ഇനി സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, അതായത് സാമൂഹിക ശ്രേണീകരണം. സമൂഹത്തിലെ വ്യക്തികളെ തുല്യതയില്ലാത്ത തരത്തിൽ വിവിധ തട്ടുകളിലായോ ശ്രേണികളിലായോ സാമൂഹികമായി സ്ഥാനപ്പെടുത്തുന്നതാണ് സാമൂഹിക ശ്രേണീകരണം. തുല്യതയില്ലാത്ത തരത്തിൽ നമ്മൾ കണ്ടിട്ടില്ലേ, ഒരു ശ്രേണി രീതിയിലുള്ള വർഗീകരണം എന്നൊക്കെ പറഞ്ഞു പറ്റില്ലേ. അതായത് ഒരു ഹൈറാർക്കിയൽ മോഡൽസ് ആയിട്ട്, ഇപ്പം മാനേജീരിയൽ പോസ്റ്റ്, അതുപോലെ തന്നെ ക്ലറിക്കൽ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വരത്തില്ലേ. അപ്പൊ അതായത് ഒരേ ജോലി സ്വഭാവം അനുസരിച്ച് ഓഫീസ് ജോലികളെയൊക്കെ നമ്മൾ തരംതിരിച്ചിരിക്കുന്നു പറയുന്നത് പോലെ, വ്യക്തികളെ തുല്യതയില്ലാത്ത തരത്തിൽ വിവിധ തട്ടുകളിലോ ശ്രേണികളിലായോ സാമൂഹികമായി സ്ഥാനപ്പെടുത്തുന്നതാണ് സാമൂഹിക ശ്രേണീകരണം. ഉയർന്ന തട്ടിലായി സ്ഥാനപ്പെടുത്തുന്നവർക്ക് സമൂഹത്തിൽ ഉന്നത പദവിയും താഴ്ന്ന തട്ടിലായി സ്ഥാനപ്പെടുന്നവർക്ക് സമൂഹത്തിൽ താഴ്ന്ന തരം പദവിയും ലഭിക്കുന്നതാണ്. അടിമത്ത വ്യവസ്ഥ, ജാതി വ്യവസ്ഥ തുടങ്ങിയവ സമൂഹത്തിൽ നിലനിന്ന ചില സാമൂഹിക ശ്രേണികൾക്ക് ഉദാഹരണമാണ്. അടിമത്ത വ്യവസ്ഥ, ജാതി വ്യവസ്ഥ തുടങ്ങിയവ സാമൂഹിക ശ്രേണികൾക്ക് ഉദാഹരണമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ് എന്ന് പറയണം. അതായത് പദവികൾ, അതായത് നമുക്കിപ്പോ ഒരു ജാതിയുടെ അടിസ്ഥാനത്തിലൊക്കെ പദവികൾ നൽകുന്നു, അല്ലെങ്കിൽ ഉയർന്ന പദവി താഴ്ന്ന പദവി എന്നൊക്കെ വരുന്നതും സാമൂഹിക ശ്രേണീകരണവുമായി ബന്ധപ്പെട്ടതാണ്. ഇനി ദേശീയ ബാലാവകാശ കമ്മീഷൻ. കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിക്കപ്പെട്ട കമ്മീഷനാണ് ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ എന്ന് പറയുന്നത്. വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. 2007 മാർച്ച് 5-നാണ് കമ്മീഷൻ നിലവിൽ വന്നത്. അപ്പൊ 2007 മാർച്ച് മാസം 5-ാം തീയതിയാണ് ഈ ഒരു കമ്മീഷൻ നിലവിൽ വന്നത്. ഒരു ചെയർപേഴ്സണും 6 അംഗങ്ങളും ആണ് ഉള്ളത്. ഒരു ചെയർപേഴ്സണും 6 അംഗങ്ങളും. കുട്ടികളുടെ വിദ്യാഭ്യാസം, ആരോഗ്യം, പരിചരണം, ക്ഷേമം, നീതി തുടങ്ങിയവ കമ്മീഷന്റെ ലക്ഷ്യങ്ങളാണ്. കേരളത്തിൽ കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിനായിട്ട് കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷനുണ്ട്. ദേശീയ തലത്തിൽ 2007 മാർച്ച് 5-നാണ് ഇവർക്ക് 1+6 എന്നിട്ടാണ് ഈ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷന് കുട്ടികളുടെ വിദ്യാഭ്യാസം, ആരോഗ്യം, പരിചരണം, ക്ഷേമം, നീതി. അടുത്തത് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ. 2013-ലാണ് കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്നത്. എന്നാണ് 2013. ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും ഉൾപ്പെടെ ടോട്ടൽ 4 അംഗങ്ങൾ. അപ്പം ന്യൂനപക്ഷ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ 4 ആണ്. ഇവരെ നാമനിർദ്ദേശം ചെയ്യുന്നത് ആരാണ്? സംസ്ഥാന ഗവൺമെന്റ് ആണ് നാമനിർദ്ദേശം ചെയ്യുന്നത്. 3 വർഷമാണ് അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി. എത്ര വർഷമാണ്? 3 വർഷം. ടോട്ടൽ എത്ര പേരുണ്ട്? 4 പേരുണ്ട്. 2013-ലാണ് കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്നത്. ഭരണഘടന അനുസൃതമായി മതഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് അനുവദിക്കപ്പെട്ട അവകാശങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നത് ന്യൂനപക്ഷ കമ്മീഷന്റെ ചുമതലയാണ്. ഭരണഘടനയ്ക്ക് അനുസരിച്ച് മതഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് അനുവദിക്കപ്പെട്ട അവകാശങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന്, അതാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള ഡ്യൂട്ടി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും നടത്തുന്നതിനുമായി നടപടികൾ ശുപാർശ ചെയ്യുന്നത് ഈ കമ്മീഷൻ. ഇപ്പൊ 2 പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചേണം. ഭരണഘടനയ്ക്ക് അനുസരിച്ച് മതഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് അനുവദിക്കപ്പെട്ട അവകാശങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നത് ന്യൂനപക്ഷ കമ്മീഷന്റെ ചുമതലയാണ്. ഈ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതും നടത്തുന്നതിനുമായി നടപടികൾ ശുപാർശ ചെയ്യുന്നത് ആരാണ്? കമ്മീഷനാണ്. ഓക്കെ. ഇനി പട്ടികജാതി പട്ടികവർഗ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ജവഹർലാൽ നെഹ്റുവിന്റെ ഒരു കോട്ടാണ് പറയുന്നത്.
പട്ടികജാതി പട്ടികവർഗ പ്രദേശങ്ങളിൽ ഏറ്റവും മുൻഗണന നൽകേണ്ടത് റോഡുകൾക്കും വാർത്താവിനിമയത്തിനും ആണ്. അവയില്ലെങ്കിൽ നാം ചെയ്യുന്ന മറ്റൊന്നും ഫലപ്രദമാവുകയില്ല. സ്കൂളുകൾ, ആരോഗ്യരക്ഷാ പ്രവർത്തനങ്ങൾ, കുടിൽ വ്യവസായങ്ങൾ എന്നിങ്ങനെ പലതും ആവശ്യമാണ് എന്നത് സുവ്യക്തമാണ്. എന്നാൽ നാം അവരുടെ ജീവിത രീതിയിൽ ഇടപെടുകയില്ല എന്നും സ്വന്തം രീതി അനുസരിച്ച് ജീവിക്കാൻ അവരെ സഹായിക്കുക മാത്രമേ ചെയ്യൂ എന്നും നാം എപ്പോഴും ഓർമ്മിപ്പിക്കണം. പട്ടികജാതി പട്ടികവർഗ പ്രദേശങ്ങളിൽ ഏറ്റവും മുൻഗണന നൽകേണ്ടത് റോഡുകൾക്കും വാർത്താവിനിമയത്തിനും ആണ്. ആരുടെ വാക്കുകൾ? ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകൾ 1952 ജൂൺ 7 പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കുറച്ച് സയൻസുമായി ബന്ധപ്പെട്ട കാര്യമാണ് പഠിക്കുന്നത്. തെർമൈറ്റ് എന്ന് പറഞ്ഞത് ഒരു ലോഹപ്പൊടിയുടെയും മറ്റൊരു ലോഹ ഓക്സൈഡിന്റെയും പൈറോടെക്നിക് മിശ്രിതമാണ് തെർമൈറ്റ് എന്ന് പറഞ്ഞത്. പൈറോടെക്നിക് മിശ്രിതമാണ് തെർമൈറ്റ്. ഒരു ലോഹപ്പൊടിയും മറ്റൊരു ലോഹ ഓക്സൈഡും, ഒരു ലോഹപ്പൊടിയും മറ്റൊരു ലോഹ ഓക്സൈഡും. ഇപ്പൊ ഇവിടെ ഓക്സൈഡ് കണ്ടോ, അയണിന്റെ ഓക്സൈഡും ഒരു ലോഹവുമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന് രണ്ടിന്റെയും കൂടെ ഒരു മിശ്രിതമാണ് ഏതെന്ന് പറയുന്നത്? തെർമൈറ്റ് എന്ന് പറയുന്നത്. തെർമൈറ്റ് ഒരു ലോഹപ്പൊടിയുടെയും ആ ഒരു ലോഹ ഓക്സൈഡിന്റെയും മിശ്രിതമാണ് ഏത്? തെർമൈറ്റ്, ഒരു പൈറോടെക്നിക് മിശ്രിതം. ഏറ്റവും സാധാരണമായ ഒരു തെർമൈറ്റ് മിശ്രിതമാണ് അയൺ തെർമൈറ്റ് എന്ന് പറഞ്ഞത്. ഇപ്പം ഒരു എക്സാമ്പിൾ ആണ് അയൺ തെർമൈറ്റ് എന്ന് പറയുന്നത്. ഇത് അയണിന്റെ ഓക്സൈഡും അലൂമിനിയം പൊടി എന്നിവയുടെ, ഇപ്പൊ അയണിന്റെ ഓക്സൈഡും അലൂമിനിയം പൊടി എന്നിവയുടെ മിശ്രിതമാണ് അയൺ തെർമൈറ്റ് എന്ന് പറയുന്നത്. തെർമൈറ്റ് മിശ്രിതത്തെ ചൂടാക്കുമ്പോൾ അലൂമിനിയം ഓക്സൈഡിന് ആദേശം ചെയ്യും. ഈ പ്രവർത്തനത്തിൽ ഉയർന്ന അളവിൽ താപം മോചിക്കപ്പെടുന്നതിനാൽ ഉണ്ടായ അയൺ ഉരുകിയ അവസ്ഥയിലാണ് ലഭിക്കുന്നത്. റെയിൽവേ പാളങ്ങളിൽ ഉണ്ടാകുന്ന ചെറിയ വിള്ളലുകൾ തെർമൈറ്റ് പ്രക്രിയയിലൂടെ പരിഹരിക്കാനാവും. അപ്പൊ ഇവ എന്ത് ചെയ്യുന്നുണ്ട്? ഉയർന്ന അളവില് ചൂടാക്കുന്ന സമയത്ത്, ഈ ഒരു മിശ്രിതത്തെ ചൂടാക്കുന്ന സമയത്ത്, അതായത് അയൺ ഓട്ടോമാറ്റിക്കലി അവിടെ വരും. അതിനനുസരിച്ച് ഈ റെയിൽവേ പാളങ്ങളിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ചെറിയ വിള്ളലുകളൊക്കെ പരിഹരിക്കാൻ പറ്റും. ഇപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ Fe2O3+2Al എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് തമ്മിൽ ചൂടാക്കുന്ന സമയത്ത് എന്ത് ഉണ്ടായി വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്? അയൺ, അതായത് ഉരുകിയ അവസ്ഥയിൽ അയൺ ഇവിടെ ഉണ്ടാവുന്നുണ്ട്. Al2O3 അവിടെ റീപ്ലേസ് ചെയ്യുന്നുണ്ട്. അപ്പം അത് നമുക്ക് നോക്കാവുന്നതാണ്. അപ്പൊ ഇവിടെ നമ്മൾക്ക് അയൺ എന്ന് പറയുന്ന സംഭവമാണ് ഔട്ട്പുട്ട് ആയിട്ട് വരുന്നത്. ഉരുകിയ അവസ്ഥയിൽ ഉണ്ടാവുന്നുണ്ട്, താപം മോചിക്കപ്പെടുന്നതിനാൽ. താപമോചക പ്രവർത്തനം വേണമെങ്കിൽ പറയാവുന്നതാണ്. അപ്പൊ തെർമൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ലോഹപ്പൊടിയുടെയും മറ്റൊരു ലോഹ ഓക്സൈഡിന്റെയും പൈറോടെക്നിക് മിശ്രിതമാണ് തെർമൈറ്റ് എന്ന് പറയുന്നത്. പൈറോടെക്നിക് മിശ്രിതമാണ്. അപ്പൊ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് റെയിൽവേ പാളങ്ങളിൽ ഉണ്ടാകുന്ന ചെറിയ വിള്ളലുകൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യുന്നു? തെർമൈറ്റ്. ഇപ്പം Fe2O3 നമ്മൾ അലൂമിനിയമായിട്ട് യോജിക്കുമ്പോഴാണ് നോർമലി ഒരു അയണിന്റെ ഒരു തെർമൈറ്റ് കിട്ടുന്നത്. ഇപ്പൊ ഈ ഒരു അയൺ തെർമൈറ്റ് ചൂടാക്കുന്ന സമയത്ത് അയൺ റിലീസ് ചെയ്യുന്നുണ്ട്, കൂടാതെ Al2O3 റിലീസ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് ലായകങ്ങൾ അല്ലെങ്കിൽ മിശ്രിത ലായകങ്ങൾ, അവയുടെ ഉപയോഗങ്ങളാണ്. പെട്രോൾ, മണ്ണെണ്ണ, ടർപ്പന്റൈൻ, അമോണിയ, ലായനി എന്നിവ എന്തിനാണ് ഉപയോഗിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ പെട്രോളും മണ്ണെണ്ണ, ടർപ്പന്റൈൻ വസ്ത്രങ്ങളിൽ നമ്മൾക്ക് ഗ്രീസ്, പെയിന്റ്, കറ തുടങ്ങിയവ നീക്കം ചെയ്യാനും ഡ്രൈ ക്ലീനിങ്ങിനുമാണ് യൂസ് ചെയ്യുന്നത്. ഗ്രീസ്, പെയിന്റ്, കറ തുടങ്ങിയവ നീക്കം ചെയ്യാനും ഡ്രൈ ക്ലീനിങ്ങിനും വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തത്. ഡ്രൈ ക്ലീനിങ്ങിനും വേണ്ടിയിട്ടാണ്. ബൊറാക്സ് ലായനി ആണെങ്കിൽ വസ്ത്രങ്ങളിലെ കാപ്പി, ചായ എന്നിവയുടെ കറ കളയാൻ വേണ്ടിയിട്ടാണ് ബൊറാക്സ് ലായനി യൂസ് ചെയ്യുന്നത്. ബൊറാക്സ് ലായനി യൂസ് ചെയ്യുന്നത് വസ്ത്രങ്ങളിലെ കാപ്പി, ചായ എന്നിവയുടെ കറ കളയാൻ വേണ്ടിയിട്ടാണ്. ആൽക്കഹോൾ ആണെങ്കിൽ എന്താണ്? സുഗന്ധദ്രവ്യ നിർമ്മാണത്തിൽ ആരോമാറ്റിക് ഓയിലുകളെ ലയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആൽക്കഹോൾ വരുന്നത്. സുഗന്ധദ്രവ്യ നിർമ്മാണത്തിൽ ആരോമാറ്റിക് ഓയിലുകളെ ലയിപ്പിക്കാനാണ് ആൽക്കഹോൾ യൂസ് ചെയ്യുന്നത്. സുഗന്ധദ്രവ്യങ്ങളുടെ നിർമ്മാണത്തിൽ ആരോമാറ്റിക് ഓയിലുകളെ ലയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ പെട്രോള്, മണ്ണെണ്ണ, ടർപ്പന്റൈൻ, അമോണിയ ലായനി എന്നിവയുടെ ഉപയോഗം വസ്ത്രങ്ങളിലെ ഗ്രീസ്, പെയിന്റ്, കറ തുടങ്ങിയവ നീക്കം ചെയ്യാനും ഡ്രൈ ക്ലീനിങ്ങിനും ആണ്. ബൊറാക്സ് ലായനി വസ്ത്രങ്ങളിലെ കാപ്പി, ചായ എന്നിവയുടെ കറ കളയാൻ വേണ്ടിയിട്ടാണ്. ആൽക്കഹോൾ സുഗന്ധദ്രവ്യ നിർമ്മാണത്തിൽ ആരോമാറ്റിക് ഓയിലുകളെ ലയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ടിങ്ചർ അയഡിൻ എന്ന് പറയുന്നത് മുറിവുകൾ കഴുകി വൃത്തിയാക്കാനും അണുനാശകമായിട്ടും ആണ് ടിങ്ചർ അയഡിൻ യൂസ് ചെയ്യുന്നത്. അതായത് ടിങ്ചർ അയഡിൻ എന്ന് പറയുന്നത് 2-3% അയഡിൻ ആൽക്കഹോളിലും ജലത്തിലും ലയിപ്പിച്ച ലായനിയാണ്. 2-3% അയഡിൻ ആൽക്കഹോളിലും ജലത്തിലും. അപ്പൊ അതായത് അയഡിന് 2 to 3% ആൽക്കഹോളിലും ജലത്തിലും ലയിപ്പിച്ച ലായനിയാണ്.
പൊട്ടാസ്യം അയഡൈഡിന്റെ കണങ്ങളും അടങ്ങിയിട്ടുണ്ട്. പൊട്ടാസ്യം അയഡൈഡിന്റെ കണങ്ങളും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. മുറിവുകളൊക്കെ കഴുകി വൃത്തിയാക്കാനും അണുനാശകമായിട്ടാണ് ടിങ്ചർ അയഡിൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ ആൽക്കഹോളോ സുഗന്ധദ്രവ്യ നിർമ്മാണത്തിൽ ആരോമാറ്റിക് ഓയിലുകളെ ലയിപ്പിക്കാൻ വേണ്ടിയിട്ട് ആൽക്കഹോൾ യൂസ് ചെയ്യുന്നുണ്ട്. ബൊറാക്സ് ലായനിയാണെങ്കിൽ കാപ്പി, ചായ തുടങ്ങിയവയുടെ കറ കളയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. പെട്രോൾ, മണ്ണെണ്ണ, ടർപ്പന്റൈൻ, അമോണിയ ലായനി എന്നിവ ഗ്രീസ്, പെയിന്റ്, കറ തുടങ്ങിയവ നീക്കം ചെയ്യാനും ഡ്രൈ ക്ലീനിങ്ങിനും വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? പെട്രോളും, മണ്ണെണ്ണയും, ടർപ്പന്റൈൻ, അമോണിയ ലായനിയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനകത്ത് പഠിക്കുന്നത്. അപ്പൊ നിങ്ങളിത് ഒന്നുകൂടെ നോക്കണം. ഇതിന്റെ ഒരു PDF ഞാൻ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ സിജി ബിജൂസ് അക്കാദമിയിൽ ഇട്ടിരിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ പെയ്ഡ് കോഴ്സിനകത്ത് ജോയിൻ ചെയ്യാം. ഫോക്കസ് ഏരിയ ഓറിയന്റ് ചെയ്ത് 214 GK ഓറിയന്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്കൽ നമ്മൾ അവൈലബിൾ ആയിരിക്കും. 599 ആണ് പ്രൈസ് വരുന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് സെക്രട്ടേറിയറ്റ് OA പരീക്ഷയ്ക്കും അസിസ്റ്റന്റ് സെയിൽസ്മാൻസും ഉപയോഗിക്കാം. സെക്രട്ടേറിയറ്റ് OAയുടെ വരെ ആയിരിക്കും, മെയിൻസ് എക്സാം വരെ ആയിരിക്കും അതിന്റെ ക്ലാസ് വരുന്നത്. 599 ആണ് പ്രൈസ് വരുന്നത്. GK മാത്രം. സയൻസും കറണ്ട് അഫേഴ്സും എല്ലാം അതിനകത്ത് വരുന്നതാണ്. ദെൻ നിങ്ങൾക്ക് ഡിഗ്രി മെയിൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ള കോഴ്സസ് നമുക്ക് അവൈലബിൾ ആണ്. അത് അപ് ടു മെയിൻസ് എക്സാം വരെയാണ്. മെയിൻസ് പരീക്ഷ 166 മാർക്കിനും പ്രിലിംസിന്റെ 80 മാർക്കിനുമാണ് നമ്മൾ ടോപ്പിക്സ് അവിടെ വരുന്നത്. 1599 ആണ് പ്രൈസ് വരുന്നത്. അപ്പൊ താല്പര്യമുള്ളവർക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ഐ ലവ് യു ഓൾ.